കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ UAE നിലപാട് കടുപ്പിച്ചതോടെ UAEയെ ആക്രമിച്ചത് തങ്ങളല്ലെന്ന വിശദീകരണവുമായി ഇറാൻ. മിസൈൽ ആക്രമണ ശ്രമമുണ്ടായതിന് പിന്നാലെ ഇറാനുമായുള്ള വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകൾ UAE നിർത്തി. ഹോർമുസിലെ അനിശ്ചിതത്വം നീളുന്നത് കാരണം ക്രൂഡ് ഓയിൽ വില ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ചർച്ചകളിൽ തീരുമാനമില്ലാത്ത സ്ഥിതിക്ക് ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും ചർച്ചകൾ നിർത്തിവെക്കാനുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 12-ന് ശേഷമുള്ള ആദ്യ ആക്രമണ ശ്രമമാണ് ഇന്നലെ UAEയിലേക്കുണ്ടായത്. നാവിക ഗതാഗത സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചെത്തിയ 2 മിസൈലുകൾ തകർത്തു. ഇറാനുമായി എല്ലാ വ്യാപാര വാണിജ്യ സാമ്പത്തിക വിനിമയങ്ങളും നിർത്തിവെച്ചതായി UAE അറിയിച്ചു. ആക്രമണം തങ്ങൾ നടത്തിയതല്ലെന്ന് ഇറാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഇസ്രായേൽ നടത്തിയ തെറ്റിദ്ധരിപ്പിക്കൽ ആക്രമണം ആകാമെന്നാണ് വാദം. ഹോർമുസിൽ തീരുമാനം നീളുന്നതാണ് ലോകത്തെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഇന്നലെ UAEക്ക് നേരെ ആക്രമണ ശ്രമം കൂടിയതോടെ എണ്ണവില കുത്തനെ കൂടി. ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഹോർമുസ് തുറക്കുന്നതിൽ ഇറാന്റെ ഉപാധികൾ അമേരിക്ക അംഗീകരിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇറാൻ. ഹോർമുസിൽ ഇറാനും ഒമാനും ചേർന്ന് തീരുമാനമെടുത്തിട്ടും പ്രഖ്യാപിക്കാതെ ആഴ്ചകളായി നീട്ടുകയാണ്. ഇറാനുമേൽ ഒരേ സമയം സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും സൈനിക നടപടി സാധ്യതകൾ നിലനിർത്താനുമാണ് ശ്രമമെന്ന് റിപ്പോർട്ടുകൾ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സാമ്പത്തിക ഉപരോധത്തിൽ വലഞ്ഞ് ഗത്യന്തരമില്ലാതെ ഇറാൻ സ്വമേധയാ ചർച്ചകളിലേക്കെത്താനായി പുതിയ നിർദ്ദേശം വരുന്നതുവരെ ചർച്ചകൾക്ക് മുൻകൈയെടുക്കേണ്ടെന്ന് ട്രംപ് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മേഖലയിൽ ഇനി അമേരിക്കയല്ലാതെ പുതിയ ക്രമമാണ് വരാൻ പോകുന്നതെന്നും അതിൽ പ്രധാന റോൾ ഇറാനായിരിക്കുമെന്നും അവകാശപ്പെടുകയാണ് ഇറാൻ. അതോടൊപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായുള്ള താൽക്കാലിക ധാരണാപത്രത്തിന്റെ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചതോടെ US-ഉമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതിരോധത്തിനപ്പുറം ശക്തമായ തിരിച്ചടിക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തയ്യാറെടുക്കുന്നു. തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ സേന സജ്ജമാണെന്ന് IRGC പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ബ്രിഗേഡിയർ ജനറൽ യദുല്ല ജവാനി ഔദ്യോഗിക ടെലിവിഷനിലൂടെ മുന്നറിയിപ്പ് നൽകി.